1990-ൽ തുടങ്ങിയ ഒരു കമ്പ്യൂട്ടർ കമ്പനിയാണ് എൻവിഡിയ. 2023 അവസാനമായപ്പോഴേക്കും ഈ കമ്പനിയുടെ മൂല്യം $1000 ബില്യൺ മുകളിലെത്തി. ഈ $1 ട്രില്യൺ നേട്ടത്തിന്റെ പ്രധാന കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് നിർമ്മിത ബുദ്ധി വികസിപ്പിക്കുന്നതിൽ കമ്പനി കൈവരിച്ച നേട്ടമാണ്. എൻവിഡിയ പുറത്തിറക്കിയ ഗ്രാഫിക് പ്രോഗ്രാമിംഗ് യൂണിറ്റായ GPUകളാണ് നിർമ്മിത ബുദ്ധിയുടെ സ്ഥിരാകേന്ദ്രം. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും നിർമ്മിക്കുന്ന ഈ കമ്പനിയുടെ സംഭാവന മൂലം നിർമ്മിത ബുദ്ധി അധികമാരും വിഭാവനം ചെയ്യാതിരുന്ന രീതിയിൽ വളർന്നിരിക്കുന്നു. മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനും പ്രതികരിക്കാനും സഹായിക്കുന്ന ChatGPT ആപ്പ് പ്രവർത്തിക്കുന്നത് എൻവിഡിയ സംവിധാനം ചെയ്ത സോഫ്റ്റ്വെയറിലാണ്. നമുക്ക് ആവശ്യമുള്ളത് ഒരു ലേഖനമോ കഥയോ തിരക്കഥയോ എന്തു തന്നെ ആയാലും നാം ആശയങ്ങൾ നൽകിയാൽ നിമിഷങ്ങൾ കൊണ്ട് അവ എഴുതപ്പെടുന്ന സംവിധാനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നതും എൻവിഡിയയുടെ സോഫ്റ്റ്വെയർ ആണ്. സൂപ്പർ കമ്പ്യൂട്ടിംഗ് രംഗത്ത് എൻവിഡിയ നൽകിയ സംഭാവനകൾ മൂലം നമ്മുടെ അനുദിന ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ അത്ഭുതാവഹമായിരിക്കും. അത്രമാത്രം വലിയ പ്രതീക്ഷകളാണ് നിർമ്മിത ബുദ്ധിയുടെ രംഗത്ത് എൻവിഡിയ എന്ന കമ്പനി പ്രദാനം ചെയ്തിരിക്കുന്നത്. OpenAI എന്ന കമ്പനിക്ക് രൂപം നൽകിയ സാം ആൾട്ട്മാൻ ആണ് ChatGPT ആപ്പ് പുറത്തിറക്കിയതെങ്കിലും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും എൻവിഡിയയുടെ ഗ്രാഫിക് പ്രോഗ്രാമിംഗ് യൂണിറ്റുകളാണ്. OpenAI എന്ന കമ്പനി മാത്രമല്ല, നിർമ്മിത ബുദ്ധിയുടെ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും തന്നെ ആശ്രയിക്കുന്നത് എൻവിഡിയയുടെ ഗ്രാഫിക് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. മൂലമാണ് നിർമ്മിത ബുദ്ധിയുടെ രംഗത്ത് വിവിധ കമ്പനികൾ തമ്മിൽ യുദ്ധം മുറുകുമ്പോഴും അവയ്ക്കെല്ലാവർക്കും ആയുധം നൽകുന്നത് എൻവിഡിയ ആണെന്ന് ഒരു വാൾ സ്ട്രീറ്റ് നിരൂപകൻ എഴുതിയത്. എൻവിഡിയയെ വൻ വിജയത്തിലെത്തിച്ചത് അതിന്റെ സ്ഥാപകരിൽ ഒരാളും ഇപ്പോഴും കമ്പനിയുടെ മുഖ്യ ഭരണാധികാരിയുമായിരിക്കുന്ന ജെൻസൺ ഹുവാങ് ആണ്. തായ്വാനിൽ ജനിച്ച അദ്ദേഹം 9 വയസ്സിൽ അമേരിക്കയിലെത്തി. ഓർഗൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ബിരുദവും നേടി. അതേ തുടർന്ന് സിലിക്കൺ വാലിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി സേവനം ആരംഭിച്ചു. 30-ാം വയസ്സിൽ 2 സുഹൃത്തുക്കളോടൊപ്പം എൻവിഡിയ ആരംഭിച്ചു. അത്ര സുഖമല്ലായിരുന്നു കമ്പനിയുടെ വളർച്ച. സോഫ്റ്റ്വെയർ രംഗത്ത് ആദ്യം തയ്യാറാക്കിയ പ്രൊഡക്റ്റ് വിജയം കണ്ടില്ല. വീഡിയോ ഗെയിംസിന് സഹായിക്കുന്ന ഒരു ഗ്രാഫിക് ചിപ്പായിരുന്നു അത്. ഈ ഉദ്യമം പരാജയപ്പെട്ടപ്പോൾ കുറെ പേരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ട തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി. അപ്പോഴാണ് 30 ദിവസം കൊണ്ട് അടച്ചുപൂട്ടുന്ന കമ്പനി എന്നത് കമ്പനിയുടെ അനൗദ്യോഗിക പ്രമാണവാക്യമായി ഹുവാങ് സ്വീകരിച്ചത്. എന്തിനാണെന്നോ ഇപ്രകാരം ഒരു പ്രമാണവാക്യം അദ്ദേഹം സ്വീകരിച്ചത്? കമ്പനി തകരാൻ പോകുന്നു എന്ന ഓർമ്മയുണ്ടെങ്കിലേ താൻ ഉൾപ്പെടെ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കൂ എന്ന് ഹുവാങ് വിശ്വസിച്ചു. കമ്പനി അടച്ചുപൂട്ടുന്നതിന്റെ പ്രത്യാഘാതം മുൻകൂട്ടി കാണാനായാൽ ചതിക്കുഴികളിൽ വീഴാതെ മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. അതുപോലെ പാളിച്ചകളിൽ നിന്ന് അതിവേഗം പാഠം പഠിച്ചു മുന്നോട്ട് പോകാനും അത് സഹായിക്കുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. ഹുവാങ്ങും സഹപ്രവർത്തകരും ഉണർന്നു പ്രവർത്തിച്ചതുകൊണ്ട് കമ്പനി അടച്ചുപൂട്ടേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, അത് അതിവേഗം വൻ വിജയത്തിലെത്തുകയും ചെയ്തു. ഹുവാങ്ങും കൂട്ടരും ഒരു അനൗദ്യോഗിക പ്രമാണവാക്യം സ്വീകരിച്ചെങ്കിലും അവരുടെ ഔദ്യോഗിക പ്രമാണവാക്യം അവർ ഒരിക്കലും മറന്നുപോയില്ല. കളിക്കേണ്ടതുപോലെ കളിക്കുക എന്നതാണ് ആ പ്രമാണവാക്യം. പരാജയത്തിലും വിജയത്തിലും കളിക്കേണ്ടതുപോലെ കളിക്കണമെന്നായിരുന്നു എൻവിഡിയയുടെ പ്രമാണം. കളി വിജയിക്കാൻ ആവശ്യമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ അത് വഴിവിട്ടതാവരുതെന്ന് ഹുവാങ്ങിന് നിർബന്ധമുണ്ട്. അതുതന്നെയാണ് എൻവിഡിയയെ വിജയത്തിലെത്തിച്ചതും. നമ്മുടെയും ജീവിതത്തിൽ അനുസ്മരിക്കേണ്ട 2 പ്രമാണവാക്യങ്ങളാണ് ഹുവാങ് നമുക്ക് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഗതി നാം ശ്രദ്ധാപൂർവം വിവേകത്തോടെ നിയന്ത്രിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അടച്ചുപൂട്ടാൻ നിർബന്ധിതമാകുന്ന ഒരു കമ്പനിയെ പോലെ ആവില്ല. നേരെ മറിച്ച് വിജയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് തുല്യമാകും നമ്മുടെ ജീവിതം. പക്ഷെ അതിന് നാം കളിക്കേണ്ടതുപോലെ കളിക്കണം, അതായത് നാം ജീവിക്കേണ്ടതുപോലെ ജീവിക്കണം എന്ന് സാരം. എന്നാൽ നമ്മിൽ പലരുടെയും ജീവിതം നാം ജീവിക്കേണ്ടതുപോലെ അല്ലല്ലോ. നമ്മിൽ ചിലരുടെയെങ്കിലും കളികൾ കൈവിട്ട കളികളല്ലേ. പണമുണ്ടാക്കാനും ജീവിതം ആസ്വദിക്കാനും ശരിയായ വഴികളുണ്ട്. എന്നാൽ അവയൊക്കെ മറന്നല്ലേ നമ്മിൽ പലരുടെയും കളികൾ. അപ്പോൾ പിന്നെ പരാജയം ഉറപ്പല്ലേ. കമ്പനി പൂട്ടേണ്ടി വരുമെന്ന ചിന്ത ഹുവാങ്ങിനും സഹപ്രവർത്തകർക്കും ഉണ്ടായിരുന്നു. തന്മൂലം അവർ ഉണർന്നു പ്രവർത്തിച്ചു, ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്തു. ഇന്റൽ എന്ന ചിപ്പ് നിർമ്മാണ കമ്പനി യുദ്ധത്തിന് തയ്യാറായപ്പോൾ ഹുവാങ് അതിന് പോയില്ല. അതിന് പകരം ഇന്റൽ ശ്രദ്ധിക്കാതിരുന്ന ഗ്രാഫിക് പ്രോഗ്രാമിംഗ് യൂണിറ്റ് സോഫ്റ്റ്വെയർ വികസിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ആ സോഫ്റ്റ്വെയർ ആണ് സൂപ്പർ കമ്പ്യൂട്ടിംഗ് രംഗവും നിർമ്മിത ബുദ്ധിയുടെ മേഖലയുമൊക്കെ അതിവേഗം കീഴടക്കിയത്. വഴിവിട്ട രീതിയിൽ നാം എന്ത് ചെയ്താലും അത് നമ്മുടെ ജീവിതം തകർക്കുമെന്നതിൽ സംശയമില്ല. ഈ ഓർമ്മ നമുക്കുണ്ടെങ്കിൽ നാം കളിക്കേണ്ടതുപോലെ കളിക്കും, ജീവിക്കേണ്ടതുപോലെ ജീവിക്കും. അപ്പോൾ നാം നേടുന്നത് നമുക്ക് സാധിക്കുന്ന രീതിയിലുള്ള വൻ വിജയമായിരിക്കും.